ഈ പ്രതികാരം. പകൽ ചൂടിൽ വിയർത്തൊലിക്കും, ചുട്ടുപൊള്ളുന്നില്ലേ എന്ന് ചോദിച്ചാൽ കണ്ണു നിറയും. ഞങ്ങൾ സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹിക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള ഒരു പ്രാപ്തി സ്ത്രീകൾക്ക് ഉണ്ട്. നമസ്കാരം. മോർണിംഗ് മന്ത്രിയുടെ 5ാമത്തെ വോളിയമാണിന്ന്. ഞാൻ ഏകദേശം തുടങ്ങിയിട്ട് തെറ്റില്ലാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഒരുപാട് ബാലാരിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ ക്ഷമിച്ചേക്കണം. ഒരുപാട് തലത്തിലേക്ക് ചിലപ്പോൾ ഇത് വളർന്നു കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ഇത് പാതിക്ക് ഉപേക്ഷിച്ചേക്കാം, എനിക്കറിയത്തില്ല. അത് സപ്പോർട്ട് മാത്രമല്ല, നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് മാത്രമല്ല. നീ ചെയ്ത് ശരിയല്ല, നീ ചെയ്ത് ശരിയാണ് എന്ന് പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്നോട് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്കറിയാം ഇതൊരു ആവറേജിലും താഴെയാണ്, തെറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സോർന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ എന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഇതിൽ ശരി തെറ്റുകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അത് സമൂഹത്തോടാണ് പറയുന്നതിനുള്ള പ്രതിബദ്ധത മാക്സിമം ഞാൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ ഇന്ന് ലോക വനിതാ ദിനമാണ്. നമ്മുടെ സഹോദരിമാരോ നമ്മുടെ അമ്മമാരോ അല്ലെ നമുക്ക് പരിചയപ്പെട്ടവരോ നമുക്ക് വേണ്ടപ്പെട്ടവരോ എന്നൊക്കെ നമ്മൾ കാണാവുന്ന ആശാ വർക്കർമാർ ഇന്ന് കുറച്ച് ദിവസം 28 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു സമരം നടത്തുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം, ആണെന്ന് പറയും. ഇങ്ങനെ പല ഒപ്പീനിയൻ ഉണ്ടാകും. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബം അടിസ്ഥാനമായി നിലനിൽക്കണമെങ്കിൽ അതിലൊരു സ്ത്രീയുടെ പ്രസൻസ് വളരെ വലുതാണ്. ലോകത്തിൻ്റെ ഏത് സാഹചര്യം നമ്മൾ നോക്കിക്കാണുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സാഹചര്യം മറന്നുകൊണ്ട് ലോകം നോക്കിക്കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ത്രീകളുടെ പ്രസൻസ് പറഞ്ഞാൽ അത് ഭയങ്കര അൺഇവിറ്റബിൾ ആണ് അല്ലേ. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ് എല്ലാം കൊണ്ടും. നമ്മുടെ അമ്മ ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വനിതാ ദിനം എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിൽ ഒതുക്കുന്നതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. ഡാഡി ദിനം, ഗേൾഫ്രണ്ട് ദിനം, കാമുകി ദിനം, ഭാര്യ ദിനം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസങ്ങൾ വിഭജിച്ചുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെന്നും നമ്മൾ ആദ്യം പറയും എൻ്റെ അമ്മയെ എന്നാണ് പറയുന്ന ഒരാൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇപ്പം വേറെ രീതിയിൽ ഇപ്പം ഏറ്റവും PSCയിലുള്ള ബോർഡിലെ അംഗങ്ങൾക്കൊക്കെ 2-3 ലക്ഷം രൂപ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരു 200 ചില്ലറ രൂപ കൊണ്ട് ഒരു കുടുംബം നയിക്കുന്ന മുന്നോട്ട് കൊണ്ടുവന്ന ഭൂരിപക്ഷം ആശാ വർക്കർമാർ, അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പിറകിലാകട്ടെ, അതുണ്ട്. അത് നമ്മൾ നോക്കിക്കണ്ടേ പറ്റൂ. അതിന് നമ്മളെല്ലാവരും കൂടി ഒരു ഉത്തരം കണ്ടെത്തണം എന്നുള്ളതിനാണ്. കാരണം നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ഓടി എത്തുന്നു, അത് സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങിയാവട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് തുടങ്ങിയാവട്ടെ, ഇങ്ങനെ വകഭേദങ്ങളില്ലാതെ അത് നേടിക്കൊടുക്കുക എന്നുള്ള പ്രയോറിറ്റിയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാണ്. അത്രമേ എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമല്ല, ഏതായാലും ഹാറ്റ്സ് ഓഫ്, എല്ലാ സപ്പോർട്ടും ഈ ആശാ വർക്കർമാർ. ഇന്ന് ലോക വനിതാ ദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും, യോജിക്കുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഹാപ്പി വുമൻസ് ഡേ.